ഹലോ. അങ്ങനെ അടുത്തൊരു വർഷമായി സാംസങ്ങിൻ്റെ അടുത്തൊരു ബോറിങ് ഇവൻറ്റും കഴിഞ്ഞു. എന്തായാലും പുതിയ ഫോണുകളും പിന്നെ ബഡ്സൊക്കെ വന്നിട്ടുണ്ട്. വലിയ മാറ്റങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെയർലി എനി ഡിഫറൻസ്. അതാണ് അവസ്ഥ. ഞാൻ സാധാരണ ന്യൂ ജനറേഷൻ വന്നു കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ പ്ലസ് മോഡൽസ് ആണ് നോക്കാറ്. പക്ഷേ ഇപ്രാവശ്യത്തെ പ്ലസ്സിലും റെഗുലർ മോഡലിലും ഒരു ചേഞ്ചും ഇല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അൾട്രയിലോട്ട് പോയേക്കാന്ന്. ഇവിടെ അൾട്ര വന്നിട്ടുണ്ട്. ഹീഗോ. ഞാനെടുത്തത് സാംസങ് S26 അൾട്ര ബ്ലാക്ക് മോഡലാണ്. 256 ആണ് എടുത്തേക്കണേ. 512 നോർമലി അവർ ഭയങ്കര ഓഫേഴ്സൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യം വലിയ ഓഫേഴ്സ് ഒന്നും കണ്ടില്ല, അതുകൊണ്ട് 256 ആണ് എടുത്തേക്കണത്. S26 മെയിൻലി ഉള്ള ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൈവസി സ്ക്രീനാണ്. അല്ലാതെ ഞാൻ ജസ്റ്റ് നോട്ടീസ് ചെയ്തൊരു കാര്യം, ചാർജിങ് സ്പീഡ് അവർ കൂട്ടിയിട്ടുണ്ട് 60 വാട്ട്സിലോട്ട്. അത്രയേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് ചേഞ്ച് കണ്ടത്. സൈഡിൽ നിന്ന് പൊളിക്കുന്നു, നൈസായിട്ട് എടുക്കാം. ഹീഗോ. അതല്ലാതെ ആകെ അകത്തുള്ളത് ഈ ഐറ്റമാണ്. ബേസിക്കലി അതിൻ്റെ അകത്തൊരു കേബിളും ഉണ്ട്, പേപ്പർ വർക്ക് ഉണ്ട്, പിന്നെ ഒരു സിം ഇജക്ടർ ടൂളും ഉണ്ട്. എന്തിനോ എന്തോ സംഭവം നൈസാണ്. കൈ പിടിക്കാൻ ഇൻഹാൻഡ് ഫീലൊക്കെ നൈസാണ്. അവരുടെ ലാസ്റ്റ് ഇയർ മോഡലിനേക്കാളും ഡിഫറൻസ് വന്നേക്കുന്നത് മെയിൻലി കോർണേഴ്സ് കുറച്ചും കൂടെ റൗണ്ടഡ് ആക്കിയിട്ടുണ്ട്. സോ ഇൻഹാൻഡ് ഫീൽ എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അൾട്ര കയ്യിൽ പിടിച്ചതിനേക്കാളും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ്. പിന്നെ നമ്മുടെ S Pen ഉണ്ട്. ഓ, ക്യാമറ ബമ്പൊക്കെ കണ്ടോ, എന്താണ് അവസ്ഥ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൈവസി സ്ക്രീനും ചാർജിങ് സ്പീഡും ഒഴിച്ച് വേറൊരു ചേഞ്ചും പ്രത്യേകിച്ച് ഇതിനകത്ത് വന്നിട്ടില്ല. അതുകൊണ്ടാണ് മെയിനായിട്ട് എനിക്ക് സംഭവം തീരെ താല്പര്യമില്ലാത്തത്. ഡിസൈനും പക്ക സെയിമാണ്. ബാറ്ററി ലൈഫ് കുറച്ച് ബെറ്റർ ആയെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് എ സെയിം കപ്പാസിറ്റി ഓഫ് ബാറ്ററി. അത് ചിപ്പിൻ്റെ എഫിഷ്യൻസി കാരണം കുറച്ച് ബാറ്ററി ലൈഫ് കൂടി കിട്ടുന്നതായിരിക്കും. സോ ഓണസ്റ്റ്ലി പ്രെറ്റി ബോറിംഗ് അപ്ഡേറ്റ് ദിസ് ഇയർ. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ നൈസ് ഓഫർ ഉണ്ടായതുകൊണ്ട് ബഡ്സ് 4ഉം എടുത്തിട്ടുണ്ട്. ഈഗോ. ഓ, ബഡ്സ് 4 അല്ല, ബഡ്സ് 4 Pro. നൈസായിട്ട് പീലിംഗ് ഒന്ന് പാളി. സംഭവം ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് ബേസിക്കലി പേപ്പർ വർക്കും പിന്നെ ഇത് ഡിഫറെൻറ്റ് സൈസസ് ഓഫ് ഇയർ ടിപ്സ് ആണ്. ഐറ്റം പ്രെറ്റി കോമ്പാക്റ്റ് ആണ്. നല്ല സൈസ് ചെറുതാണ്, പക്ഷേ ഇച്ചിരി വണ്ണം ഉണ്ട്. ദാറ്റ്സ് ഓൾ. There you go. സംഭവം ഇതിൻ്റെ അതിരിപ്പുണ്ട്. അങ്ങനെ രണ്ട് ഐറ്റവും നമ്മുടെ കയ്യിലുണ്ട്. ഐ എം മോർ ഹോപ്പ്ഫുൾ അബൌട്ട് ദിസ് വൺ ദാൻ S26 അൾട്ര. പ്രെറ്റി ബോറിംഗ് അപ്ഡേറ്റ് ഞാൻ പറഞ്ഞ പോലെ അതാണ് എൻ്റെ ഒരു ഫീലിംഗ്. അത് ആ ഒരു പ്രൈവസി സ്ക്രീൻ കാരണം അത് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. I'll be setting this up and also trying it out. Maybe ഒരു 1 week or 2 weeksനുള്ളിൽ ഞാനൊരു വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. Anyways, I'll let you guys know after trying it out.